Hello my dear students, welcome to Learners Hub. Learners Hub എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ SCRT സിലബസിലെ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ എന്ന ലെസൺ ആണ്. In this video, we are going to see the differences between prokaryotic and eukaryotic cell. So let's start with prokaryotic cell. What does it mean by a prokaryotic cell? Actually, prokaryotes is a Greek word which means pre-nucleus. The word pro means pre or primitive and the word karyon means nucleus. So altogether they mean that pre-nucleus. So the organisms which comes under prokaryote possess a pre-nucleus. Pre-nucleus or primitive nucleus എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? The nucleus is not well organized. The nucleus is not well organized. Okay. So microorganisms or organisms which possess nucleus in a primitive form is considered as prokaryotes. The members are vast heterogeneous group of small unicellular organisms include bacteria and archaea. അപ്പോൾ prokaryotes എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ബാക്ടീരിയയും ആർക്കിയയും. Actually this is an example of a typical structure of a prokaryotic cell. ഒരു prokaryotic സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു prokaryotes അല്ലെങ്കിൽ prokaryotic സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബാക്ടീരിയൽ സെല്ലാണ് മോഡലായി നമ്മൾ കൺസിഡർ ചെയ്യുക. prokaryotes എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഒരു ബാക്ടീരിയനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഒരു prokaryoteൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മെയിൻലി ഈ സ്ട്രക്ചറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ദ സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു ദ സെൽ വോൾ ആസ് വെൽ ആസ് ദ സ്ട്രക്ചർ വിച്ച് ഈസ് ഇൻറ്റേർണൽ ടു ദ സെൽ വോൾ. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ഡയഗ്രാം. ഇതിൽ ഈ നീല കളറിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് സെൽ വോൾ. ഓക്കെ, ദർ ആർ സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു ദ സെൽ വോൾ. അപ്പോൾ നമുക്ക് സെൽ വോളിന് പുറമേ കാണുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് we can see that ഒരു ഗ്രേ കളർ സ്ട്രക്ചർ ഈ സെൽ വാളിനെ പൊതിഞ്ഞ് കാണുന്നുണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ക്യാപ്സ്യൂൾ. ഓക്കെ, അത് കഴിഞ്ഞ് ക്യാപ്സ്യൂളിൽ നിന്ന് സ്മോൾ പ്രൊട്രൂഷൻസ് പോലെ ഒരു സ്ട്രക്ചറുണ്ട്. ദേ ആർ നോൺ ആസ് പൈലസ്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലജലോം എക്സ്റ്റേണൽ സ്ട്രക്ചറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലജലത്തിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കാം? This structure is used by the organism for their motility. ലോക്കോമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഫ്ലജലം. പിന്നെ എക്സ്റ്റേണലായിട്ട് ക്യാപ്സ്യൂളുണ്ട്. പിന്നെ ഉള്ളത് ഒരു പൈലസ് ആണ്. ഓക്കെ, ക്യാപ്സ്യൂളിൻ്റെ താഴെയായിട്ട് സെൽ വോള് കാണുന്നു. സെൽ വോളിൻ്റെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉണ്ട്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം, അതിൻ്റെ ഉള്ളിൽ DNA ക്രോമസോംസ്, റൈബോസോംസ്, അങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി ഇപ്പോൾ ദ സ്ട്രക്ചർ വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു ദ സെൽ വോൾ എന്നുള്ള രീതിയിൽ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ഏതായിരുന്നു? ക്യാപ്സ്യൂൾ അല്ലേ. ഇനി എന്താണ് ക്യാപ്സ്യൂളിൻ്റെ ഫങ്ഷൻ എന്നും അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ക്യാപ്സ്യൂൾ എ ജെൽ ലൈക്ക് ലെയർ ഔട്ട്സൈഡ് ദ സെൽ വോൾ. സെൽ വോളിന് പുറമേ കാണുന്ന ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപ്സ്യൂൾ. അതിനെന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. It protects the cell from external environment and allows to attach to a surface. അപ്പോൾ ബാക്ടീരിയനെയോ അല്ലെങ്കിൽ ഒരു prokaryoteനെ അതിൻ്റെ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്യാനും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനോ ആയിട്ടാണ് ആരുള്ളത്? ക്യാപ്സ്യൂൾ ഉള്ളത്. ആൻഡ് ദേ ആർ കോമൺലി റെഫേർഡ് ആസ് ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാപ്സ്യൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. സെൽ വോളിന് എക്സ്റ്റേണലി കാണുന്ന ഒരു സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് വിച്ച് സീൻ ഔട്ട്സൈഡ് ദ സെൽ വാൾ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് അലൗസ് ടു അറ്റാച്ച് ടു എ സർഫേസ് ആൻഡ് കോമൺലി ദേ ആർ നോൺ ആസ് ഗ്ലൈക്കോകാലിക്സ്. ദ നെക്സ്റ്റ് സ്ട്രക്ചർ ഈസ് ഫ്ലജല്ല. Flagella are long protein structures responsible for prokaryotic motility. ഒരു prokaryotes-ൻ്റെ മോട്ടിലിറ്റിക്ക് വേണ്ടി അഥവാ ലോക്കോമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ
മെയ്ഡായിട്ടുള്ള സ്ട്രക്ചറാണ് ഫ്ലജല്ല. ദേ ആർ മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. They are anchored into the cytoplasmic membrane and cell wall and extended out from the surface of the cell. അതൊരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണെങ്കിലും അത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ വരെ ആങ്കർ ചെയ്ത് കാണപ്പെടുന്നു. അതായത് എക്സ്റ്റേണൽ ആണെങ്കിലും ക്യാപ്സ്യൂളും കഴിഞ്ഞ് സെൽ വോളും കഴിഞ്ഞ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ ആണ് ഈ ഫ്ലജല്ലയുടെ ഇന്നർ പാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കപ്പലൊക്കെ കടലിൽ കൂടെ പോകുന്നത്. കപ്പൽ എങ്ങനെയാണ് കടലിൽ കൂടെ പോകുന്നത്? കപ്പലിൻ്റെ താഴെയായിട്ട് ഒരു പ്രൊപ്പലറുണ്ട്. ആ പ്രൊപ്പലർ കറങ്ങുമ്പോഴാണ് കപ്പൽ മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഫ്ലജല്ലയും. ഫ്ലജല്ല റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രോക്യാരിയോട്സിന് മൂവ്മെൻറ്റ് സാധ്യമാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പില്ലെ എന്നുള്ള സ്ട്രക്ചറായിരുന്നു. ദേ ആർ ഷോർട്ടർ ആൻഡ് തിന്നർ ദാൻ ഫ്ലജല്ല. ഫ്ലജല്ലയെക്കാളും ഷോർട്ടറും തിന്നറുമായിട്ടുള്ള സ്ട്രക്ചറാണ്. ദേ ഓൾസോ ഹെൽപ്സ് ഇൻ ദ അറ്റാച്ച്മെൻറ്റ് ടു ദ സർഫസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ടാണ് ഈ പില്ലെ എന്ന് പറയുന്ന സ്ട്രക്ചറും സഹായിക്കുന്നത്. ദേ ഓൾസോ ഷോസ് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സർഫസിലുള്ള മൂവ്മെൻറ്റിനെയാണ് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെള്ളമില്ലാത്ത പ്രതലത്തിൽ മൂവ് ചെയ്യുന്നതിനെയാണ് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പില്ലയിൽ സെക്സ് പില്ലയുണ്ട്. സെക്സ് പില്ലെ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദേ ആർ കണക്റ്റഡ് വിത്ത് ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സെക്സ് പില്ലെ ഉപയോഗിക്കുന്നത്. ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബിറ്റ്വീൻ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ 3 എക്സ്റ്റേണൽ സ്ട്രക്ചർ കണ്ടു. ഒന്ന് ക്യാപ്സ്യൂള്, രണ്ടാമത് കണ്ടത് ഫ്ലജല്ല, മൂന്നാമത് കണ്ടത് പില്ലെ. നൗ വി ഹാവ് സെൽ wall which is very rigid, strong, multi-layered peptidoglycan structure. Cell wall of bacteria is very unique because the presence of peptidoglycan എന്ന് പറയുന്ന വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കെമിക്കൽ കമ്പോണൻറ്റ് കൊണ്ടാണ് ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ വെരി റിജിഡ് ആൻഡ് സ്ട്രോങ്. ആൻഡ് സെൽ വാൾ ഓഫ് ബാക്ടീരിയ ഹെൽപ്സ് സെൽ ഫ്രം ബേസ്റ്റിംഗ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ സെല്ലിനെ അതേപോലെ തന്നെ ബേസ്റ്റ് ചെയ്യാതെ, അതായത് അതിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള പ്രോബ്ലംസിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൽ വോളിൻ്റെ ഫങ്ഷൻ. ഈ ഡയഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദ പ്രസൻസ് ഓഫ് ക്യാപ്സ്യൂൾ. സെൽ വോളിൻ്റെ ചുറ്റും ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ക്യാപ്സ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം പ്രസൻസ് ഓഫ് ഫ്ലജല്ല. ഈ ബാക്ടീരിയയ്ക്ക് മൾട്ടി ഫ്ലജല്ലയാണ് ഉള്ളത്. ബാക്ടീരിയയുടെ ബോഡിയിൽ ത്രൂ ഔട്ടായിട്ട് ധാരാളം ഫ്ലജല്ലയുണ്ട്. ഫ്ലജല്ലയുടെ സൈസും ഉണ്ടോ? ബാക്ടീരിയൽ സെല്ലിൻ്റെ സൈസിനേക്കാളും ഒരുപാട് നീണ്ടാണ് ഫ്ലജല്ലയുടെ സൈസ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. A thin, delicate structure that surrounds the cytoplasm and defines the boundary of the cell. എന്താണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്? എന്താണ്? വളരെ തിന്നായിട്ടും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ദാറ്റ് സറൗണ്ട്സ് ദ സൈറ്റോപ്ലാസത്തെ ചുറ്റി കാണുന്ന ഈ സ്ട്രക്ചറാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. അതൊരു ബൗണ്ടറി പോലെ ഫങ്ഷൻ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദേ ആർ വർക്ക് ആസ് എ ഗേറ്റ് കീപ്പറെ പോലെ ഒരു പ്രൊട്ടക്ഷനാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. അതായത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഒരു ഗേറ്റ് കീപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബൗണ്ടറി ഓഫ് ദ സെൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ സെർവ്സ് ആസ് എ പെർമിയബിലിറ്റി ബാരിയർ ബിറ്റ്വീൻ ദ സെൽ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എങ്ങനെയാണ് പെർമിയബിലിറ്റി ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ സെമി പെർമിയബിൾ ഇൻ നേച്ചറാണ്. ദാറ്റ് മീൻസ് ഇറ്റ് വോണ്ട് അലോ ഓൾ സബ്സ്റ്റൻസ് ടു ഇൻ ആൻഡ് ഔട്ട് ടു ദ സെൽ. ഏതൊരു സബ്സ്റ്റൻസിനും സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാനോ പുറത്തേക്ക് പോകാനോ ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ സമ്മതിക്കില്ല. ബിക്കോസ് ദേ ആർ സെമി പെർമിയബിൾ. അലൗഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ മൂവ്മെൻറ്റ് മാത്രമേ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ സാധ്യമാകുള്ളൂ. ദർ ആർ പെർമിയബിലിറ്റി ബാരിയർ. ഓക്കെ, അത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. ദേ ആർ സെമി പെർമിയബിൾ ഇൻ നേച്ചർ.
And finally, they are made up of phospholipid bilayer embedded with protein. From this diagram, we can see that the cytoplasmic membrane are made up of lipid, mainly made up of lipids. ഈ കാണുന്നതെല്ലാം ലിപ്പിഡുകളാണ്, mainly made up of lipids. ഏത് ടൈപ്പ് ലിപ്പിഡ്? ഫോസ്ഫോലിപ്പിഡ്, ലിപ്പിഡ് വിച്ച് കണ്ടെയ്ൻ phosphate group. So they are made up of phospholipid in which protein molecules, ഈ colored ആയിട്ട് കാണുന്നതാണ് protein molecules, they are embedded on it. So ഈ protein moleculesൻ്റെ function എന്താണ്? They are acting as the gate or channel for the movement of substances across the cytoplasmic membrane. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിലൂടെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന സബ്സ്റ്റൻസുകൾ ഏതുവഴിയാണ് പോകുന്നത്? ഈ പ്രോട്ടീനിലുള്ള ചാനൽ വഴി. ഈ പ്രോട്ടീനിലുള്ള ചാനലുകളിലൂടെയാണ് മോളിക്യൂൾസ് അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ കണ്ടു. ഇനി അതിനും ഇൻറ്റേർണലായിട്ട് ആരാണുള്ളത്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ സൈറ്റോപ്ലാസത്തെ ബൗണ്ടറി ചെയ്ത് കാണുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ സൈറ്റോപ്ലാസമുണ്ട്, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസമുണ്ട്, ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇനി അതിലാരൊക്കെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറായിട്ടുള്ളതെന്ന് നോക്കാം. The prokaryotic chromosome is typically a single circular double-stranded DNA molecule that contains all the genetic information required by a cell. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ആരുണ്ടെന്ന് മനസ്സിലായി? ക്രോമസോം എന്ന ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി പ്രോകാരിയോട്സിൻ്റെ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ സിംഗിൾ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA molecule. Okay, they carry all the genetic information required by a cell. The chromosome folds and twists to form tightly packed mass within the cytoplasm, creating a gel-like region called nucleus. അപ്പോൾ ഈ ക്രോമസോം സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ത്രൂ ഔട്ട് സ്പ്രെഡായിട്ട് കിടക്കുവാണോ? അല്ല. ദേ ആർ ഫോൾഡ് ആൻഡ് ട്വിസ്റ്റഡ് ടു ഫോം എ ടൈറ്റ്ലി പാക്ഡ് മാസ്. ഒരു ഏരിയയിൽ ഇവരെല്ലാവരും, അതായത് ക്രോമസോം എല്ലാം കൂടെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ഫോൾഡ് ചെയ്ത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഒരു മാസ്സായിട്ട് കാണും, ടൈറ്റ്ലി പാക്ഡ് മാസ്സായിട്ട് കാണുന്നു. ആ റീജിയനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോയിഡ്. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ റെഡ് കളറിൽ കാണിച്ചതാണ് ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന റീജിയൻ. അതിൽ ഈ പറയുന്ന ക്രോമസോംസ്, ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന ക്രോമസോംസ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഒരു റീജിയനിൽ കാണുന്നു. ആ റീജിയനാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ദേ ആർ നോൺ ആസ് ന്യൂക്ലിയോയിഡ്. Now we are going to see the other internal structure called ribosomes. Ribosomes are involved in protein synthesis. Prokaryotic cellinde protein synthesisനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് റൈബോസോംസ്. ദേ ഫെസിലിറ്റേറ്റ് ദ ജോയിനിങ് ഓഫ് അമിനോ ആസിഡ്. വി ഓൾ നോ ദാറ്റ് ദ ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ ഈസ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്താണ് ആരുണ്ടാകുന്നത്? പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് prokaryotic ribosomes are 70S, where S stands for Svedberg unit. ഓക്കെ, അപ്പോൾ prokaryotic ribosomes-ൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ സ്മോളർ ഇൻ സൈസ് വെൻ കമ്പയർഡ് ടു ദ eukaryotic ribosomes. eukaryotic ribosomes എന്താണ്? അവർ 80S ആണ്, where prokaryotic ribosomes are 70S. Next, other internal organs are storage granules and gas vesicles. സ്റ്റോറേജ് ഗ്രാനുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പ്രോകാരിയോട്ടിക് സെൽസിന് എക്സ്റ്റേണൽ സറൗണ്ടിങ്ങിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടാതെ ആകുമ്പോൾ അവയുടെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂട്രിയൻ ഫോമിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് എന്ന മോളിക്യൂൾസിനെ ന്യൂട്രിയൻ ഫോമിൽ ഉണ്ടായിരിക്കും. അങ്ങനെ അവർ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. സോ അങ്ങനത്തെ സ്റ്റോറേജ് ഗ്രാന്യൂൾസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് ചെയ്യും? ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാർബൺ, നൈട്രജൻ സോഴ്സിനെ ന്യൂട്രിയൻ സോഴ്സായിട്ട് ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് നാൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വന്നാലും ബാക്ടീരിയൽ സെല്ലിന് സർവൈവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഗ്യാസ് വെസിക്കിൾസ്. ഗ്യാസ് വെസിക്കിൾസ് എന്തിനാണെന്ന് വെച്ചാൽ അവർ അക്വാട്ടിക് മീഡിയത്തിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് ബൊയൻസി കിട്ടാൻ, അവർ മോട്ടിലിറ്റിയും ലോക്കോമോഷനും ഒക്കെ വരുമ്പോൾ അതിനൊരു ബൊയൻസി കിട്ടാനായിട്ട് ഗ്യാസ് വെസിക്കിൾസ് ആർ സീൻ ഇൻ പ്രോകാരിയോട്ടിക് സെൽ. നെക്സ്റ്റ് ഈസ് യൂക്കാരിയോട്ടിക് സെൽ. നമുക്ക് യൂക്കാരിയോട്ടിക് സെൽ എന്താണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം.
യൂക്കാരിയോട്സ് ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നേക്കുന്ന ഒറിജിനുള്ള ഒരു വേർഡാണ് യൂക്കാരിയോട്സ്, വിച്ച് മീൻസ് ട്രൂ ന്യൂക്ലിയസ്. യു മീൻസ് ട്രൂ ആൻഡ് കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. സോ യൂക്കാരിയോട്ട് മീൻസ് ദേ പോസസ് ട്രൂ ന്യൂക്ലിയസ്. What are true nucleus? True nucleus എന്ന് പറഞ്ഞാൽ well organized nucleus. That is, nucleus is surrounded by a nuclear membrane or a nuclear envelope. So organisms comes under eukaryotes possess a true nucleus. The members include algae, protozoa, fungi, higher plants and animals. ഒരു വാസ്റ്റ് ഹെട്രോജീനസ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ആൽഗയുണ്ട്, പ്രോട്ടോസോവയുണ്ട്, ഫഞ്ചിയുണ്ട്, ഹയർ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. സെൽസ് ആർ ടിപ്പിക്കലി ലാർജർ ആൻഡ് കോംപ്ലക്സ് വെൻ കമ്പയർഡ് വിത്ത് പ്രോകാരിയോട്ടിക് സെൽ. ദീസ് ആർ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? യെസ്, ദേ ആർ കെമിക്കലി സിമിലർ. ദാറ്റ് ഈസ് ബേസിക് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് പ്രോട്ടീനും ലിപ്പിഡും കാർബോഹൈഡ്രേറ്റുമാണ്. ഈ പറയുന്ന 3 ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് പ്രോകാരിയോട്ടിക് സെല്ലിലും യൂകാരിയോട്ടിക് സെല്ലിലും പ്രസൻ്റ് ആണ്. പിന്നെ സെയിം കെമിക്കൽ റിയാക്ഷൻസ് ടു മെറ്റബോളൈസ് ഫുഡ്, ബിൽഡ് പ്രോട്ടീൻസ് ആൻഡ് സ്റ്റോർ എനർജി. സെയിം കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും കഴിഞ്ഞ് കിട്ടുന്ന ATP എന്ന് പറയുന്ന എനർജി സോഴ്സ് വെച്ചിട്ടാണ് ഇവർ ഫുഡ് മെറ്റബോളൈസ് ചെയ്യുന്നതും പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്നതും എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതും. ഓക്കെ, സോ ദോസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ സെയിം ഫോർ prokaryotes and eukaryotes. Now we are going to compare the prokaryotic cell and eukaryotic cell for some features. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ വെച്ചിട്ട് നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെയും യൂകാരിയോട്ടിക് സെല്ലിനെയും കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചർ ഈസ് സൈസ് ഓഫ് ദ സെൽ. Prokaryotic cell are smaller, ranges from 1 to 10 micrometer in diameter. Simple cells, they are mostly unicellular. Okay, eukaryotic cells എങ്ങനെയായിരിക്കും? Size of the cell are large, ranges from 10 to 100 micrometer in diameter. They are complex cells. They are either uni or multicellular. Next feature is cell wall. Cell wall present in almost forms and chemically complex. എല്ലാ പ്രൊക്കാരിയോട്സിലും സെൽ വോൾ പ്രസൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ ആൻഡ് ദേ ആർ കെമിക്കലി കോംപ്ലക്സ്. യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോൾ പ്ലാന്റ് ആൻഡ് ഫംഗൽ സെൽസ് ഓൺലി പോസസ് സെൽ വോൾ. പ്ലാന്റിനും ഫംഗൽ സെൽസിനും മാത്രമേ സെൽ വോൾ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ദേ ആർ കെമിക്കലി സിമ്പിൾ. ഓക്കെ, ഇനി പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഫംഗൽ സെല്ലിൻ്റെയോ ദേ ആർ മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. Next feature is nucleus, simple without nuclear membrane. Prokaryotic cell possess simple nucleus without nuclear membrane. Their nucleus is in the pre-form. And in eukaryotes, true nucleus is seen. That is, their nucleus is covered by a nuclear membrane. Next feature is membrane enclosed cell organelles. In prokaryotic cell, membrane enclosed cell organelles are absent. In eukaryotic cell, they are present. Examples: lysosome, chloroplast, mitochondria, endoplasmic reticulum, peroxisomes and Golgi complexes. Next feature is ribosomes, smaller in size in prokaryotic cell. In eukaryotic cell, ribosomes are larger. Cytoplasm, there is no cytoskeleton in prokaryotic cell. In eukaryotic cell, cytoskeleton is present. Next feature is growth rate. Prokaryotic cell grow very fast. Even E. coli species will grow and reproduce within 20 minutes. E. coli എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയ്ക്ക് 20 മിനിറ്റിനുള്ളിൽ ഗ്രോത്ത് നടന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ ഗ്രോത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി സ്ലോവർ വെൻ കമ്പയർഡ് വിത്ത് പ്രോകാരിയോട്ടിക് സെൽ. നെക്സ്റ്റ് ഫീച്ചർ ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആർ മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ദർ ഈസ് നോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് സ്റ്റിറോൾസ്. ബട്ട് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ എങ്ങനെയാണ്? സ്റ്റിറോൾസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആർ പ്രസൻറ്റ്. എസ്പെഷ്യലി സ്റ്റിറോൾസ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ആർ സീൻ ഇൻ യൂക്കാരിയോട്ടിക് സെൽസ് പ്ലാസ്മ മെംബ്രെയിൻ. Next feature is chromosome.
സിംഗിൾ സർക്കുലർ ക്രോമസോംസ് ദാറ്റ് ലാക്സ് ഹിസ്റ്റോൺ. അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിലെ ക്രോമസോം ആണെങ്കിലോ മൾട്ടിപ്പിൾ ലീനിയർ ക്രോമസോംസ് വിത്ത് എ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ കോൾഡ് ഹിസ്റ്റോൺ ഈസ് പ്രസൻറ്റ് ഇൻ യൂക്കാരിയോട്ടിക് സെൽ. Cell division mainly takes place by binary fission. In eukaryotic cell, it takes place by mitosis. Sexual reproduction, transfer of fragments of DNA between bacterial cells. But in eukaryotic cell, meiosis involved in sexual reproduction. Next feature is glycocalyx. Glycocalyx is the presence of an outer layer. ഇൻ പ്രോകാരിയോട്ടിക് സെൽസിൽ അതെങ്ങനെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ലെയറായിട്ട് കാണും. ഇൻ യൂക്കാരിയോട്ടിക് സെൽസിൽ അങ്ങനെ ഒരു ലെയർ മിക്കവാറും ഉണ്ടാവില്ല. പ്രസൻറ്റ് ഓൺലി ഇൻ സം സെൽസ്. ഫ്ലജല സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലജല ആയിരിക്കും പ്രോകാരിയോട്സിനുള്ളത്. കൺസിസ്റ്റ് ഓഫ് 2 പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്സ്. യൂക്കാരിയോട്സിൽ ഫ്ലജല മോസ്റ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. ബട്ട് സം ആൽഗൽ സെൽസ് പോസസ് ഫ്ലജല. If present, the structure is really complex, consists of multiple protein building blocks. So these are the major differences between prokaryotic and eukaryotic cell. നമ്മളപ്പോൾ പ്രോകാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെയും ഡിഫറൻസ്, സ്ട്രക്ചറൽ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ആൻറ്റിബയോട്ടിക്സ് വർക്ക്? ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ഹൗ ഡസ് ആൻറ്റിബയോട്ടിക്സ് വർക്ക്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗീവ് മി എ തംസ് അപ്പ് ബട്ടൺ. ആൻഡ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.